ഹായ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, കുറച്ച് മല്ലിയില, പട്ട, ഗ്രാമ്പൂ, മേത്തി ലീവ്സ്, കടുക്, ഏലക്ക, മഞ്ഞൾപ്പൊടി, കറി ലീവ്സ്, പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് വറുത്തരച്ചതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് അരപ്പ് പിടിക്കാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഒരു കുക്കറിൽ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. അപ്പോൾ അതിൽ നമ്മൾ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. ശേഷം നമ്മൾ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും തക്കാളി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് വഴണ്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മിക്സ് ചെയ്ത് ചിക്കനും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് കുറച്ച് നേരം ഈ അരപ്പൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ച അരപ്പ് ചേർത്ത വെള്ളമുണ്ട്, അല്ലാത്തുള്ളവർക്ക് പ്ലെയിൻ വാട്ടർ ആയാലും ചേർക്കാം. അതും ചേർത്ത് കുറച്ച് കറി ലീവ്സും ഇട്ട് അല്പം ഗരം മസാലയുടെ മണ്ടയിലോട്ട് നമ്മൾ വിതറുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോഴത്തേനും ഇത് വേവുമ്പോഴത്തേനും നമുക്കിനി ചോറിനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ചോറിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കാം. അതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. നമ്മളൊരു 3 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീവ്സ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിക്കുക. ശേഷം അതിൽ ആവശ്യത്തിന് ക്യാരറ്റ്, നമ്മൾ 1 ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, കുറച്ച് സവാളയോട് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ചോറിന് നമ്മൾ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് ഒരിത്തിരി കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുതിർന്ന് കിട്ടിയ അരി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ചേരുവകളും നെയ്യും കൂടി ഈ അരിയിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഇതിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് നമ്മൾ ഈ 2 ഗ്ലാസ് അരിക്ക് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പം 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത്, ഊറ്റിയല്ല എടുക്കുന്നത്. വെള്ളം വറ്റിച്ചാണ് നമ്മൾ ചോറ് വേവിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് വറുത്ത് വെച്ച സവോളയും ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, കുറച്ച് മല്ലിയില, ഇത് ഇത്രയും കൂടെ നമ്മൾ ഇതിനകത്തൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ശേഷം 1 സ്പൂൺ നെയ്യൂടെ ഒന്ന് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോറ് ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. നമുക്ക് ഈ ചോറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ചമ്മന്തി അരയ്ക്കാം നമുക്ക്. അതിന് നമ്മൾ 1 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പച്ചമുളക്, പകുതി ഇഞ്ചി, നല്ല 1 പിടി മല്ലിയില, കുറച്ച് മിൻറ്റ് ലീവ്സ് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കുള്ള മിൻറ്റ് ലീവ്സാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഒരു 5-6 ഇലയോളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കല്ലുപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയെടുക്കുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ നെയ്ച്ചോറും നല്ല ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് ചിക്കനോട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് ഇതിന് മുമ്പ് നമ്മൾ ഫ്രൈ ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് വീണ്ടും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നല്ല സൂപ്പർ കറിയും ഫ്രൈയും നെയ്ച്ചോറും ആയിരുന്നു. ചമ്മന്തി സൂപ്പറാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ടേസ്റ്റും നല്ലതാണ്. ഈ ഭംഗി പോലെ തന്നെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.